കേരളത്തിൽ മഴയുടെ പെരുമഴക്കാലമാണ് വരാനിരിക്കുന്നത്. അതിതീവ്രമായ മഴയാണ് വരാനിരിക്കുന്നത്. ഓഗസ്റ്റിലെ പ്രളയത്തെക്കുറിച്ച് നമ്മൾ വീഡിയോകൾ ചെയ്യുന്നുണ്ട്. എന്തിനിങ്ങനെ തുടർച്ചയായ വീഡിയോകൾ ചെയ്യണം? റിപ്പീറ്റേഷൻ ഈസ് ദ മദർ ഓഫ് ടീച്ചിങ് എന്നാണ്. തുടർച്ചയായി പറയുന്നത് മനുഷ്യൻ്റെ ബധിരന്മാരായിട്ടുള്ള, അന്ധന്മാരായിട്ടുള്ള, മൂഹമായിട്ടുള്ള ഒരു സമൂഹത്തിൻ്റെ മനസ്സിൽ വിഷയങ്ങൾ കയറാൻ തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കണം. ഇതാണ് എൻ്റെ തിയറി. നിങ്ങൾ ഈ കിട്ടുന്ന വീഡിയോസ് സുഭാഷ് ചന്ദ്രബോസ് എന്ന് പറയുന്ന സുഭാഷിതം ചാനലിൽ എന്ത് ഗുണമുണ്ടാവും എന്ന് പറഞ്ഞാൽ വളരെ മീഗറായിട്ടുള്ള ആ ഒരു കുഞ്ഞു കാര്യം ചിന്തിക്കാതെ പരമാവധി ആളുകളെ കാണിക്കണം. 57,000 പേരുണ്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ്. ചെറിയ സബ്സ്ക്രൈബേഴ്സ് അല്ല, അത് ഒരു ചാനലിനെ സംബന്ധിച്ച് ചെറിയ സബ്സ്ക്രൈബേഴ്സ് അല്ല. 57,000 പേര് 5-10 പേർക്ക് അയച്ചു കൊടുത്താൽ 5,70,000 പേർക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കാൻ പറ്റും. 10 പേർക്ക് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൊടുത്താൽ മതി. നിങ്ങളുടെ 10 ഗ്രൂപ്പിലിട്ടാൽ മതി. ഇന്നിപ്പോൾ കേരളത്തിൽ വാട്സപ്പ് ഉള്ളവർ ഒരാൾ ഒരു 10 ഗ്രൂപ്പിലെങ്കിലും കാണും. ഏറ്റവും കുറഞ്ഞത് കുടുംബ ഗ്രൂപ്പ്, പള്ളി ഗ്രൂപ്പ്, അമ്പല ഗ്രൂപ്പ്, പള്ളിക്കൂടത്തിൻ്റെ ഗ്രൂപ്പ്, രാഷ്ട്രീയ പാർട്ടികളുടെ ഗ്രൂപ്പ്, ഒരു 10 ഗ്രൂപ്പിൽ മിനിമം ഒരാൾ കാണും. നിങ്ങൾ ആ 10 ഗ്രൂപ്പിലും 1000-ഓളം പേരും 2000 പേരും ഒക്കെ ഉള്ള ഗ്രൂപ്പുണ്ട്. ഇപ്പോൾ നിങ്ങൾ അതിനകത്ത് ഇത് പോസ്റ്റ് ചെയ്യണം. ഒരു സാക്ഷരതയാണ് നമ്മൾ ചെയ്യുന്നത്. ഒരു ഹരിത സാക്ഷരതയാണ്, ഒരു ജലസാക്ഷരതയാണ്, ഒരു കാലാവസ്ഥ സാക്ഷരതയാണ്, ഒരു മണ്ണിൻ്റെ സാക്ഷരതയാണ്, ഒരു ആരോഗ്യ സാക്ഷരതയാണ്, ഒരു പരിസ്ഥിതി സാക്ഷരതയാണ്, ഒരു ദുരന്ത പരിപാലന സാക്ഷരതയാണ് ശരിക്കും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ പ്രവചനങ്ങൾ വരുന്നുണ്ട്, മുന്നറിയിപ്പുകൾ വരുന്നുണ്ട്, എല്ലാം വരുന്നുണ്ട്. ഇത് ദയവായി നിങ്ങൾ കാണണം, എല്ലാവർക്കും അയച്ചു കൊടുക്കണം. കേരള സമൂഹം ഇങ്ങനെ സജ്ജമായേ പറ്റൂ. സർക്കാർ ചെയ്യുമായിരിക്കും. നാളെ ഇതൊക്കെ എത്തി കടലിൽ ഒരു തുള്ളി, നമ്മൾ വെള്ളത്തിലൊരു കമ്പിട്ടടിച്ചാൽ അത് അലകളായി അങ്ങേ അറ്റം പോവും. സർക്കാരിലും എത്തും, അവരും പരിപാടി ചെയ്യും. പഞ്ചായത്തുകൾ ഈ പരിപാടിയിലേക്ക് ഇറങ്ങണം. ഞാൻ ഈ ആമുഖമായി പറഞ്ഞത്, നിങ്ങൾ പരമാവധി ഈ ചാനൽ ഷെയർ ചെയ്യണം, പരമാവധി ആളുകൾക്ക് അയച്ചു കൊടുക്കണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ശരി വരും, തെറ്റ് വരും. ഇന്നലെ ഞാൻ ഏതോ ഒരു ചാനലിൽ പറഞ്ഞപ്പോൾ ഈ കാലവർഷവും തുലാവർഷവും എന്നൊരു വാക്ക് തെറ്റിപ്പോയി. ചൂണ്ടിക്കാണിച്ചു, വളരെ സന്തോഷം. പറഞ്ഞു വന്നപ്പോൾ കാലവർഷവും തുലാവർഷവും തമ്മിൽ ചെറിയൊരു വ്യത്യാസം വന്നു. ഡിസംബറിൽ കാലവർഷം എന്ന് കയറി പറഞ്ഞത് തുലാവർഷം അല്ലേ? ശരിയാണ്. അപ്പം ഞാൻ പറഞ്ഞത്, ഓഗസ്റ്റ് മാസത്തിൽ പ്രളയം വരുമോ? പ്രളയം വരുന്നതിനുള്ള സാഹചര്യം നമ്മൾ മനസ്സിലാക്കുക. ഈ പ്രളയം വരുമോ എന്ന് ചോദിച്ചിട്ട് എൽനിനോയാണ്, ലാനിനോയാണ്, പസഫിക് ഓഷനിൽ എന്തോ കുഴപ്പം പറ്റിയതുകൊണ്ടാണ്, അങ്ങനെ പഠിച്ചു വെക്കരുത്. പസഫിക് ഓഷനിൽ എല്ലാ കാലത്തും എല്ലാ ദിവസവും എൽനിനോകൾ ഉണ്ടാകും. മീഗറായ തോതിൽ എൽനിനോ ഉണ്ട്, മീഡിയം ലെവലിലുണ്ട്, സൂപ്പർ ലെവലിലുണ്ട്, പല സൂപ്പർ സോണിക് പോലുള്ള വലിയ ലെവലിലുണ്ട്. എന്ന് പറഞ്ഞാൽ കടൽ കൂടുതൽ ചൂടാവുന്നു, അത്രയേ ഉള്ളൂ കഥ. അത് കടൽ ചൂടായി കാറ്റ് മുകളിലോട്ട് പോകുമ്പോൾ അത് എവിടെയാണോ സർക്കുലേറ്റ് ചെയ്യുന്നത് അവിടെ അടിക്കും. ഇപ്പം വാക്കർ എന്ന് പറയുന്നൊരു ശാസ്ത്രജ്ഞനാണ് ഇത് കണ്ടുപിടിച്ചത്. പെറുവിലെ പസഫിക് ഓഷനിൽ നിന്ന് ഉയരുന്ന കടൽക്കാറ്റ്, നീരാവിയുള്ള കാറ്റ് നേരെ പോയി ആഫ്രിക്കൻ തീരത്തടിക്കും. ഇങ്ങനെ സർക്കിൾ പോലെ അടിക്കും. അതാണ് വാക്കർ സർക്കിൾ. ഇങ്ങനെ മുകളിലോട്ട് പോയി സർക്കിളായിട്ട് അടിക്കും, ആഫ്രിക്കൻ തീരത്തടിക്കും. ചിലപ്പോൾ അത് ഇന്ത്യൻ തീരത്തടിക്കും, ചിലപ്പം സമുദ്രത്തിൻ്റെ തീരത്തടിക്കും, ചിലപ്പോൾ കരയിലടിക്കും. ഇത് എവിടെയെങ്കിലും അടിച്ചേ തീരുള്ളൂ. ഇത് പൊങ്ങിയാൽ, നീരാവി പൊങ്ങിയാൽ എവിടെയെങ്കിലും അടിക്കണമല്ലോ, അല്ലെ പിന്നെ തീരാൻ പറ്റില്ലല്ലോ. അപ്പം അത് മഴയായേ പറ്റൂ, എവിടെയെങ്കിലും മഴയായേ പറ്റൂ. കടലിലെ വെള്ളം മുകളിലോട്ട് പോയാൽ അത് മഴയായി താഴോട്ട് വന്നേ പറ്റൂ. മുകളിൽ അന്തരീക്ഷത്തിൽ അങ്ങനെ മഴയ്ക്ക് നിൽക്കാൻ പറ്റത്തില്ലല്ലോ ഒരുപാട് സമയം, മഴമേഘങ്ങൾ. അപ്പോൾ കേരളത്തിൽ വരുന്ന മഴ നന്നായി പിടിച്ചിരുന്നത് കേരളത്തിലെ വനങ്ങളാണ്, കേരളത്തിലെ നദികളാണ്, കുളങ്ങളാണ്, വയലുകളാണ്, തണ്ണീർത്തടങ്ങളാണ്. ഇത് നമുക്ക് തിരിച്ചു പിടിക്കണമെന്നേ. നമ്മൾ അതിജീവിച്ചവരല്ലേ. പുല്ല് തിന്ന് ജീവിച്ചവരിൽ നിന്ന് കുഴിമന്ത് തിന്ന് ജീവിക്കുന്നവരായി വളരാൻ പറ്റിയുമെങ്കിൽ ഈ ഒരു പ്രളയമാണോ നമുക്ക് വിഷയം? ഈ ഒരു വെള്ളപ്പൊക്കമാണോ നമുക്ക് വിഷയം? മനുഷ്യർക്കിത് പറ്റുമെന്നേ. പക്ഷെ ആലസ്യത്തിലാണ് മലയാളി. വല്ലാത്തൊരു ആലസ്യത്തിലാണ്. ഒരു സേഫ് സോണിലിരുന്നാണ് കളിക്കുന്ന പരിപാടി. സേഫ് സോൺ കളയണം. സേഫ് സോണിൻ്റെ കാലം കഴിഞ്ഞു. അപ്പോൾ ആഗസ്റ്റ് മാസത്തിൽ പ്രളയം വരുമോ? ഇതാണ് നമ്മുടെ ചോദ്യം. ജൂൺ മാസത്തിൽ 66% മഴ കുറഞ്ഞു.
ജൂലൈയിൽ 30% മഴ കുറഞ്ഞു. അപ്പോൾ ഒരു 2 മാസം കൂടെ കണക്കാക്കിയാൽ 30 അല്ലല്ലോ, ഈ എത്ര 2 മാസം കൂടെ കണക്കാക്കുമ്പോൾ 90 ഡിവൈഡഡ് ബൈ 2 മാസം എന്ന് പറഞ്ഞെടുക്കുമ്പോൾ 45% മഴ മൊത്തത്തിൽ കുറഞ്ഞു. അല്ല 90% അല്ല, ഇവിടെ 30, അപ്പുറത്ത് 66, 96, 90 എടുത്തൊരു 40-45% മഴ മൊത്തത്തിൽ കുറഞ്ഞിട്ടുണ്ട് 2 മാസം കൊണ്ട്. ഈ കുറഞ്ഞ മഴ എവിടെ വരും? ഇവിടെ വരണ്ടേ? വരുമ്പോൾ എന്താ സംഭവിക്കുക? കൂമ്പാരമേഘങ്ങളാകുന്ന കഥ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ വീഡിയോസ് എല്ലാം കൂടെ കാണണം. എല്ലാം കൂടെ എനിക്ക് ഒരു വീഡിയോ പറയാൻ പറ്റത്തില്ല. അപ്പോൾ വീഡിയോസ് ഇങ്ങനെ തുടർച്ചയായിട്ട് ഇട്ടിട്ടുണ്ട്, അതെല്ലാം നിങ്ങൾ കാണണം. എത്രയോ അലവലാതി വീഡിയോകളും എത്രയോ അലുമ്പ് കാര്യങ്ങളും നമ്മൾ സമയത്ത് കാണുന്നു. നിങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട്, പ്രായമായവരും മുതിർന്നവരും ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ കുടുംബമായിട്ടിരുന്ന് ഇത് ടി വിയിൽ കണക്ട് ചെയ്യാൻ പറ്റുമല്ലോ. നിങ്ങളുടെ വീട്ടിൽ ടി വിയിൽ ഇത് കണക്ട് ചെയ്യാൻ പറ്റും, മൊബൈൽ ഫോണിൽ നിന്ന്. അല്ലെങ്കിൽ ടി വിയിൽ ഇപ്പോൾ ഡിഷ് ടി വിയൊക്കെ ഉള്ള, ആൻറ്റിനയൊക്കെ ഉള്ള ടി വിയിലെടുത്ത് അതിനകത്ത് തന്നെ ഈ യൂട്യൂബ് സാധനം കിട്ടും. നിങ്ങൾ ആ യൂട്യൂബിലിട്ട് എല്ലാവരും കൂടി ഇരുന്ന് കാണണമെന്നാണ് ഞാൻ പറഞ്ഞത്. പല കുടുംബങ്ങളും, എൻ്റെ വീഡിയോസ് കാണുന്ന നിരവധി കുടുംബങ്ങളുണ്ട്. ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ വീഡിയോസ് ഇട്ട് കേൾക്കാം. നിങ്ങൾ കേട്ടാൽ മതിയല്ലോ. കാണാൻ ഇതിനകത്ത് വിഷ്വൽസ് ഒന്നുമില്ല, ഞാൻ മാത്രമല്ലേ ഉള്ളൂ. എന്നെ ഒരു പ്രാവശ്യം കണ്ടാൽ പോരെ, എപ്പോഴും കാണണ്ടല്ലോ, കേട്ടാൽ പോരെ. ഇത് കേൾക്കണം, നിങ്ങൾ കുടുംബമായി കേൾക്കണം, കൊച്ചുകുട്ടികളൊക്കെ ഇത് കേൾക്കണം. അപ്പോൾ ഇവിടെ വരുന്ന മഴ മേഘവിസ്ഫോടനം പോലെ പരന്ന് പെയ്തിരുന്ന മഴ കൂമ്പാരമേഘങ്ങളുടെ രൂപത്തിൽ പെട്ടെന്ന് കേരളത്തിൽ വരുമ്പോൾ മിന്നൽ പ്രളയത്തിൻ്റെ ഒരു സ്വഭാവം ഉണ്ടാക്കും. മിന്നൽ പ്രളയം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മഴ വളരെ ചാടി ഒരു സ്ഥലത്തേക്ക്, ഇപ്പം ഡാം പൈപ്പ് നമ്മൾ തുറന്നു വെച്ചിട്ട് പൈപ്പിൻ്റെ ടാപ്പ് ഒന്ന് എടുത്തു നോക്കുക, അതാണ് വ്യത്യാസം. പൈപ്പിൻ്റെ ടാപ്പ് ഒന്ന് പൊട്ടിച്ച് നോക്കിയാൽ ശരിക്ക് വെള്ളം ചാടും. വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടുമ്പോൾ വല്ല ആകാശത്തേക്ക് പോകും വെള്ളം. അതാണ്, അത്രയേ ഉള്ളൂ അതിൻ്റെ സിമ്പിൾ. മിന്നൽ പ്രളയമാണ്. അപ്പോൾ ഒരു വശത്ത് മേഘവിസ്ഫോടനം, കൂമ്പാരമേഘം, പരന്ന മേഘം കൂമ്പാരമേഘമായി, മേഘവിസ്ഫോടനമായി, അത് താഴെ വരുമ്പോൾ മിന്നൽ പ്രളയമായി. പിന്നെ ഡാമൊക്കെ തുറക്കുകയാണെങ്കിൽ വീണ്ടും പ്രളയം കൂടും. അത് മിന്നൽ പ്രളയത്തെ ട്രിഗർ ചെയ്യുന്ന ഡാമാണ് കേട്ടോ. അപ്പോൾ ഇത് രണ്ടും കൂടെ വരുമ്പോൾ മണ്ണിനൊരു കുഴപ്പമുണ്ട്. ഇവിടുത്തെ എല്ലായിടത്തും ഉണ്ട്, കേരളത്തിൽ പ്രത്യേകിച്ചൊരു കുഴപ്പമുണ്ട്. 3 മീറ്ററേ മണ്ണുള്ളൂ. നമ്മൾ മേൽമണ്ണെന്ന് പറഞ്ഞാൽ 3 മീറ്ററാണ് കുഴിച്ചു പോയാൽ. ഇത് ചരിവ പ്രദേശത്ത് പോയി അത്രയുമില്ല. 1 മീറ്റർ മണ്ണുള്ള സ്ഥലമുണ്ട്, 1/2 മീറ്റർ മണ്ണുള്ള സ്ഥലമുണ്ട്. ആ മണ്ണ് പൂരിതമാവുക എന്ന് പറയും. എന്ന് പറഞ്ഞാൽ സാച്ചുറേറ്റഡ് ആവുക, വെള്ളം കയറി. ഇപ്പോൾ സ്പോഞ്ച് പോലെ ഇരിക്കുന്നതാണ് മണ്ണ്. സ്പോഞ്ചിനകത്ത് കുറേ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ വെള്ളമൊക്കെ സ്പോഞ്ച് പിടിക്കും. വീണ്ടും ബ്രെഡ് ചായയിൽ മുക്കിയാൽ ആദ്യം കുറച്ച് ബ്രെഡ് പിടിക്കും, പിന്നെയും മുക്കാൻ ശ്രമിച്ചാൽ ബ്രെഡ് പൊട്ടിപ്പോവും, വെള്ളം കൂടുന്നവർ. ഇതാണ് സിമ്പിളാണ് തിയറി. അതുപോലെ മണ്ണിൽ ഒരുപാട് വെള്ളം ചെയ്താൽ മണ്ണ് പൊട്ടിപ്പോവും. പൊട്ടുമ്പോൾ അകത്തേക്ക് വെള്ളം ഇറങ്ങും. ഈ അകത്തിറങ്ങുന്ന വെള്ളം അവിടെ ഇരിക്കും, അവിടെ കിടന്ന് കളിക്കും. ഇരിക്കും മീൻസ് അതേ സ്ഥലത്തല്ല, ആ ഭാഗത്തൊക്കെ കിടന്ന് കളിക്കും. ആ ഭാഗത്തുള്ള മണ്ണിനെ എല്ലാം ഉപദ്രവിച്ചിട്ട് മണ്ണിൻ്റെ ഇടയ്ക്കൊക്കെ ഇറങ്ങി പാറയെല്ലാം ഇളക്കി വയ്ക്കും. കുറച്ച് ദിവസത്തെ പ്രോസസ്സാണിത്. ആ സമയത്താണ് അടുത്ത മഴ വരുമ്പോൾ ശൃക്കന ഒരു പൈപ്പ് പോലെ, ഹോള് പോലെ അതിനകത്തങ്ങ് ചാടും വെള്ളം. അത് ചാടിക്കഴിഞ്ഞാൽ വളരെ കൃത്യമായി ഉരുൾപൊട്ടലുണ്ടാക്കും. അപ്പോൾ മിന്നൽ പ്രളയമായി, ഉരുൾപൊട്ടലായി. മണ്ണിനത് താങ്ങാനുള്ളൊരു കപ്പാസിറ്റി ഇല്ല. ഈ രീതിയിലൊക്കെ ഉള്ള പ്രോസസ്സ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ താഴെ വെള്ളം വന്നാൽ അവൻ ഒഴുകാൻ പുഴയിൽ സ്ഥലമില്ല, പുഴയെല്ലാം ആകെ നാശക്കോട്ടയാക്കിയിട്ടിരിക്കുകയാണ്. അപ്പോൾ ആളുകൾ പറയും മണൽ വാരി കളഞ്ഞൂടെ, കംപ്ലീറ്റ് മണലും വാരി വല്ലാതെ ആഴം കൂട്ടിയാൽ അടുത്ത പ്രദേശത്തൊന്നും ഒരു തുള്ളി വെള്ളവും കാണില്ല, മൊത്തം വെള്ളവും കടലിലേക്ക്, നദിയിലേക്ക് വരും. അപ്പോൾ ബാലൻസ് ചെയ്ത് മണൽ വാരിയില്ലെങ്കിൽ അതുകൊണ്ട് പ്രശ്നം. അപ്പോൾ വളരെ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു പരിസ്ഥിതി സാക്ഷരത, ഒരു ചിന്ത കേരളത്തിൽ ആവശ്യമുണ്ട്. തീർച്ചയായിട്ടും ഓഗസ്റ്റ് മാസം പ്രളയത്തിൻ്റെ ഒരു സാധ്യത കാണുന്നുണ്ട്. അത് വെള്ളപ്പൊക്കത്തിൻ്റെ രൂപത്തിലെങ്കിലും വരാം. എല്ലാവരും ജാഗ്രതയിൽ.